ഹലോ പീപ്പിൾ. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അനിയനോട് നമ്മൾ നേരെ ജിമ്മിലോട്ട് പോവുക. പിന്നെ ആദ്യമായിട്ടല്ല പോണേ, ഒരു 3 മാസം ജിമ്മിൽ പോയിട്ടുണ്ട്. പക്ഷെ അതൊരു 5 മാസം മുന്നേ ആയിരുന്നു. കുറെ നാളായി ജിമ്മിൽ വന്നിട്ട്. അപ്പം പിന്നെ നേരെ വർക്കൗട്ട് ചെയ്യാണ്ട് വാപ്പൊക്കെ ചെയ്ത് പതുക്കെ തുടങ്ങിയാൽ മതിയെങ്കിലും ഞാൻ സ്കോട്ട് അടിക്കാൻ കണ്ടിട്ട് അവൻ കളിയാക്കുന്നു. അവൻ ഇതിൽ അടിപൊളിയായിട്ട് അടിച്ച് കാണിച്ചു തരാമെന്ന്. പറയാനുള്ള കോട്ടടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ലെഞ്ചസ് അടിക്കാൻ കയറി. അപ്പൊ ലെഞ്ചസ് എങ്ങനെ കറക്റ്റ് ആയിട്ട് അടിക്കണമെന്ന് കാണിച്ചു തരാൻ വേണ്ടി കയറിയവന്റെ അവസ്ഥ ഒന്ന് നോക്കണേ. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ, ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. അവൻ കിടന്നു പോയത് കണ്ടിട്ടും 15 കിലോയുടെ ഡമ്പൽ വെച്ചും ഹാമർക്കിൽ അടിക്കുന്നു. അവന് ലെഞ്ചസ് അടിക്കാൻ കൊടുത്തിട്ട് അമ്പലാണത്. പട്ടിഷ കാണിച്ച് ചെന്നപ്പോൾ അവന് മനസ്സിലായി അത്ര സിമ്പിൾ പരിപാടിയല്ലെന്ന്. അതവന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. ഈ വരണ മുതലിനെ നേരത്തെ കണ്ടില്ലേ? നേരത്തെ ലെഞ്ചസ് അടിച്ച് ചത്ത് കിടന്നവനാ. അവൻ ഇപ്പോഴാണ് പൊങ്ങി വരണ. ഒരു 10-20 മിനിറ്റ് അവിടെ കിടന്നുപോയി. പുറകെ നേരം വരെയൊക്കെ നടക്കാൻ പോലും വയ്യാതെ എൻ്റെ അനിയനും വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ 3ാമത്തെ ഓർക്കിട്ട ലെഗ് എക്സ്റ്റൻഷൻ നമ്മൾ അവനെ കൊണ്ട് അടുപ്പിച്ച്. എന്താ പറയാ ലെഗ് കുറിച്ച്? അയ്യടാ 10 എത്ര റേറ്റിംഗ്? 9.5. അവനെ പെട്ടെന്നൊന്നും വെറുതെ വിട്ടില്ല. ലാസ്റ്റ് വർക്കൗട്ടായിട്ട് സ്മിത്ത് മെഷീനിൽ കാഫിയും കൂടി അടുപ്പിച്ച്. അതിൻ്റെ ഇടയിൽ ഞാൻ കാര്യമായിട്ട് എന്തോ പറയുന്നുണ്ട്. ഇതാണ് എൻ്റെ 17 വയസ്സുള്ള അനിയൻ്റെ കറന്റ്ലി ഉള്ള ബോഡി കണ്ടീഷൻ. ഇതുപോലത്തെ അനിയനായിട്ടുള്ള ജിം ബ്ലോഗ്സ് ഇനിയും വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.